ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ശരീരാവയവങ്ങൾ മുറിച്ചു മാറ്റാൻ പറ്റുന്ന സർജിക്കൽ ഉപകരണങ്ങൾ എവിടെയെങ്കിലും കിടപ്പുണ്ടോ എന്ന് പരിശോധിക്കണം. കൈകാലുകൾ അറുത്തു മാറ്റാൻ പറ്റുന്ന കട്ടറോ മറ്റു മിഷൻസുകളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് പരിശോധിക്കണം. എവിടെ വെച്ചാണ് കൃത്യം നടത്തിയെന്ന് അറിയാൻ പറ്റാത്തത് കൊണ്ടാണ് മൊത്തത്തിലും തിരയാൻ പറഞ്ഞത്. ഞാൻ അകത്തേക്ക് വന്നോട്ടേന്ന്. എന്താ? ഞാനൊരു ഒഫീഷ്യൽ കാര്യം പറയാൻ വേണ്ടി വന്നതല്ല, പേഴ്സണൽ കാര്യം പറയാൻ വേണ്ടി വന്നാ. ഇരിക്കും. പേഴ്സണൽ കാര്യം ഇരുന്നോണ്ട് പറഞ്ഞാ മതി. അതിനിപ്പോ ഇരുന്നില്ലെന്നൊരു കുഴപ്പം വേണ്ട. ഇനി പറ, എന്താ പറയാനുള്ള? അല്ല, അത് പിന്നെ അപ്പൊ എന്തോ ഗൗരവമുള്ള കാര്യമാണ്. പറ വിഷ്ണുട്ടാ, എന്താ പ്രശ്നം? അത് പിന്നെ പ്രശ്നമായിട്ടൊന്നുമില്ല. അച്ഛൻ എന്നെ വീട്ടിലേക്ക് വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അച്ഛൻ പറയുന്ന കാര്യങ്ങളെല്ലാം നമ്മളെല്ലാരും പഴയ വീട്ടിലേക്ക് പോണ കാര്യങ്ങളാ. അപ്പൊ ഞാൻ തന്നോട് ആലോചിക്കൊന്നും പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാനിപ്പോ എന്താ അച്ഛനോട് പറയാൻ? അല്ല, താൻ പറയുന്ന പോലെ പറയാം. രോഹിത്തും ശ്യാമയും വിളിച്ചിരുന്നു. അവരിന്നെത്തും. എല്ലാവരും കൂടിയാണ് അവിടെ താമസിക്കാൻ പോകുന്നത്. സത്യാമ്മയുടെ അഭിപ്രായമാണ് ഇതിൽ ആദ്യം അറിയേണ്ടത്. അല്ല, അമ്മയ്ക്ക് നമ്മളിപ്പോ കൂടെ കൂട്ടി താമസിക്കണു എന്നുള്ള വാശിയിലാണ്. പഴയ സത്യാമ്മയെ അമ്മ കൈവിട്ട് കഴിഞ്ഞു. ഇപ്പൊ അമ്മ നിൽക്കുന്നതും പറയുന്നതും പ്രവർത്തിക്കുന്നതെല്ലാം പഴയ എൻ്റെ അമ്മയായിട്ടല്ല. എനിക്ക് തോന്നുന്നത് നല്ലൊരു തുടക്കമായിട്ടാണ്. ഇനിയിപ്പോ നമ്മളായിട്ടൊരു എതിര് പറയണ്ടെന്നാണ് തോന്നുന്നത്. സത്യാമ്മ മാറി എന്നത് എനിക്കും ബോധ്യം വന്ന കാര്യം. മാറ്റത്തിന്റെ ചില സൂചനകള് ഞാനും കണ്ടു എന്ന് തന്നെ പറയാം. പക്ഷേ അത് സത്യാമ്മ അറിഞ്ഞിട്ടില്ല. അതെന്ത് കാര്യം? ഞാൻ അറിഞ്ഞില്ലല്ലോ. ഞാൻ സത്യാമ്മയെ കണ്ടത് മറ്റാരും അറിയരുതെന്ന് ഞാൻ വിചാരിച്ചു. അതുകൊണ്ട് വിഷ്ണുവേട്ടനോട് പോലും ഞാൻ പറയാതിരുന്നത്. അത് ശരി. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടെ നടക്കുന്നുണ്ട്. അപ്പോഴേ ഒരു കാര്യം ഉറപ്പാ, അമ്മ അറിഞ്ഞുകൊണ്ടാണ് അച്ഛൻ ഇങ്ങനെയൊക്കെ സംസാരിക്കണേ. നമ്മൾ അങ്ങോട്ട് ചെല്ലണമെന്ന് അമ്മ അതിയായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ശ്യാമേ. കുഞ്ഞേച്ചി, ഞങ്ങൾ വന്നോണ്ടിരിക്കുക. നല്ല സമയത്താ നീ വിളിച്ചത്. പഴയ വീട്ടിലേക്ക് പോകുന്ന കാര്യം സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാ നീ വിളിക്കുന്നത്. എല്ലാം നടക്കും കുഞ്ഞേച്ചി. സത്യാമ്മയുടെ സ്വഭാവത്തിലൊക്കെ മാറ്റങ്ങളുണ്ടാവും. ഞങ്ങളുടെ ഈ പോക്ക് വെറും ഒരു ടൂർ പ്രോഗ്രാം മാത്രമായിരുന്നില്ല, കുറച്ചധികം അമ്പലങ്ങളിലും പോയി. എല്ലാ സ്ഥലത്തും പ്രാർത്ഥിച്ചതും ഒരേ കാര്യമാ, പണ്ട് നമ്മൾ കഴിഞ്ഞതുപോലെ നമുക്ക് ആ വീട്ടിൽ കഴിയണം. സത്യാമ്മയും അച്ഛനും അങ്ങനെ എല്ലാവരും കൂടി സന്തോഷത്തോടെ. നമുക്ക് അങ്ങനെ ഒരു കാലം വരൂ കുഞ്ഞേച്ചി? അതിന്റെ സൂചനകളൊക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും നിന്റെ പ്രാർത്ഥനയൊക്കെ ഫലിച്ചെന്ന് തോന്നുന്നു. നീ പെട്ടെന്ന് വാ, നമുക്ക് കാര്യങ്ങൾക്കൊക്കെ നല്ല രീതിയിൽ തന്നെ ഒരു തീരുമാനം ഉണ്ടാക്കാം. ശരി കുഞ്ഞേച്ചി. ശ്യാമയ, അവള് പറയുന്നതും വീട് മാറുന്ന കാര്യം തന്നെയാ. മാറണം. ശാരദാമേ, കുടിയും കുമാരനാ പണി പറ്റിച്ചത്. ആ പട്ടി കൈപ്പത്തിയും കടിച്ചു പിടിച്ച് ശാരദാമ്മയുടെയൊക്കെ കോമ്പൗണ്ടിൽ നിന്ന് ഇറങ്ങുന്ന കണ്ടെന്നാ അവൻ മൊഴി കൊടുത്തിരിക്കുന്നത്. അവൻ മാത്രം അങ്ങനെ ഒരു മൊഴി കൊടുത്തത്
അവനെന്തുകൊണ്ടാ കൊടുത്തതെന്ന് നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. ഞങ്ങളല്ലല്ലോ ശാരദാമ്മ അറിയേണ്ടത്. ഇത് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥന്മാരല്ലേ മനസ്സിലാക്കി പ്രവർത്തിക്കേണ്ടത്. ഈ കേസ് ആരുടെയെങ്കിലും തലയെ ചാർത്തി കേസ് അവസാനിപ്പിക്കാൻ ശ്രമിക്കുന്നവർക്ക് ഇതൊരു കച്ചിത്തുരുമ്പാ. അവന്മാർ ഈ കച്ചിത്തുരുമ്പെ പിടിച്ചേ നമ്മളെ ചുമ്മാ ചൊറിഞ്ഞുകൊണ്ടിരിക്കും. അല്ലേലുമേ ഈ പോലീസുകാർക്ക് മുടിഞ്ഞ ആയുസാ. ഇപ്പൊ പറഞ്ഞ് നാവ് വായിലിട്ടതല്ലേ ഉള്ളൂ. പണിയും കൊണ്ട് ദാ അവരെത്തി. ശാരദാമ്മേ, ഇത് നമ്മുടെ കയ്യിലൊന്നും നിൽക്കില്ല. IG വരെ സ്ഥലത്തെത്തിയിട്ടുണ്ട്. സർ, ഹോട്ടലിൽ നിന്ന് എല്ലാത്തിനും പിടിച്ചിറങ്ങ്. എന്നിട്ട് മൊത്തത്തിലൊരു പരിശോധന നടത്ത്. കുറച്ചുപേർ അങ്ങോട്ട് ചെന്ന് നോക്ക്. വേഗം ചെല്ലേ. നിങ്ങൾ കുറച്ച് പോലീസുകാര് വീടിനുള്ളിലേക്ക് കയറും. ശരീരാവയവങ്ങൾ മുറിച്ചു മാറ്റാൻ പറ്റുന്ന സർജിക്കൽ ഉപകരണങ്ങൾ എവിടെയെങ്കിലും കിടപ്പുണ്ടോ എന്ന് പരിശോധിക്കണം. കൈകാലുകൾ അറുത്തു മാറ്റാൻ പറ്റുന്ന കട്ടറോ മറ്റു മെഷീൻസുകളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് പരിശോധിക്കണം. എവിടെ വെച്ചാണ് കൃത്യം നടത്തിയെന്ന് അറിയാൻ പറ്റാത്തതുകൊണ്ടാണ് മൊത്തത്തിലും തിരയാൻ പറഞ്ഞത്. ചെല്ല്. നിങ്ങൾ വീടിനകത്ത് പോയി നോക്ക്. ഇതൊക്കെ വലിയ കഷ്ടമാണ് സാറേ. എന്തെങ്കിലും തെളിവ് കിട്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ കാണിക്കുന്നതെങ്കിൽ അതിനൊരു ന്യായമുണ്ട്. നിന്റെ മകൻ ഈ നിൽക്കുന്ന ആളിന്റെ കുടുംബത്തിൽ നിന്ന് ഒരു പെണ്ണിനെ വിളിച്ചിറക്കിക്കൊണ്ടുപോയി വിവാഹം കഴിച്ചത് എന്ത് ന്യായത്തിന്റെ പുറത്താടോ? ആ കുടുംബം അവരുടെ കുടുംബക്കാർക്കിടയിൽ നാണം കെട്ടില്ലടോ. സാർ, അതും ഈ കേസുമായിട്ട് എന്താണ് ബന്ധം? നാണക്കേട് എല്ലാ കുടുംബത്തിനും ഒരുപോലെയാണ്. ആ കൈപ്പത്തിയായിട്ട് ഞങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല.